ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്നോടാ കളി, എല്ലാത്തിനെയും ഞാനിപ്പോ ബോംബെറിഞ്ഞ് കൊല്ലും. ഇപ്പൊ കണ്ടോണേ. കുറെ വർഷങ്ങളായിട്ട് ഈ അക്കൗണ്ടിലാണല്ലോ ഞാൻ കളിക്കുന്നേ. ഇന്നെന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി എൻ്റെ പഴയ ഒരു ന്യൂബ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഗസ്റ്റ് അക്കൗണ്ട്, ആദ്യമായിട്ട് കളി തുടങ്ങിയ അക്കൗണ്ട്, അതിലൊന്ന് കളിച്ചു നോക്കിയാലോ. ആ ഒരു അക്കൗണ്ടിലല്ലേ ഞാൻ കളി തുടങ്ങിയേ. എന്തായാലും പഴയതിലേക്കൊന്ന് തിരിച്ചു പോകാം. എന്തായാലും ആ ഒരു അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതിൽ നമ്മൾ സ്റ്റോറി വഴി റെഡിയും കോഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പഴയ അക്കൗണ്ട് ഞാൻ ഒന്ന് ലോഗിൻ ചെയ്തു. ഈ ഒരു അക്കൗണ്ടിലാണെങ്കിൽ കളക്ഷൻ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ളത് ഈ ഒരു ക്യാരക്ടറാ. പണ്ട് ഞാൻ ഈ അക്കൗണ്ടിൽ കളിക്കുമ്പം എത്ര പേരെ എന്നെ നൂബേന്ന് വിളിച്ചിട്ടുള്ളേ. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ ചിരിയാ വരുന്നേ. ഒരു കാര്യം ചെയ്താലോ, പണ്ടത്തെ പോലെ നൂബായിട്ടൊന്ന് പറ്റിച്ചാലോ. ഏതേലും ബംഗാളികളെ പറ്റിക്കാം. അവരാകുമ്പോ രസമായിരിക്കും. അവര് ഹിന്ദിയിൽ സംസാരിക്കും, ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. അത് മതി. ആദ്യം തന്നെ എൻ്റെ വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. വോയിസ് ചേഞ്ചർ ഒന്ന് ഓൺ ആക്കട്ടെ. വോയിസ് ചേഞ്ചർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും എല്ലാവരും ഒന്ന് പറ്റിക്കണം എനിക്ക്. എത്ര വർഷമായി ഞാനൊന്ന് നൂബേ വിളി കേട്ടിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് പറ്റിക്കട്ടെ. ആദ്യം തന്നെ ക്ലാഷ് കോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഏതേലും ബംഗാളികൾ വരും, അവന്മാരെ അങ്ങ് പറ്റിച്ച് കളയാം. അല്ലേ പിന്നെ ഒരു ഫുൾ മാപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? അല്ലേ വേണ്ട, ക്ലാഷ് കോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ മാപ്പ് കളിച്ച ഒരു വിഷയമുണ്ട്, എല്ലാ ബോട്ടുകളായിരിക്കും വരുന്നേ. അതുകൊണ്ട് തന്നെ ക്ലാഷ് കോഡ് മതി. അതാവുമ്പോ ബംഗാളികളൊക്കെ വരും. അപ്പൊ നമ്മൾ ക്ലാഷ് കോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളെ നൂബുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പൊന്നു ഭായ്, നിങ്ങളൊക്കെ എന്ത് പണിയാ കാണിക്കുന്നേ? ഫസ്റ്റ് ടൈമേ പോയി അടി വാങ്ങിക്കുവാണോ? ഞാനും കൂടെ വന്നിട്ട് തുടങ്ങിയാ മതി. ബായ്, ഞാനും കൂടെ വരുന്നു. ബായ് നിക്ക്. ബായ് ഞാനിവിടെ വന്നിട്ട് തുടങ്ങിയാ മതിയേ. ഞാൻ വരുന്നു. ഞാൻ നിക്ക്. വരോ. എവിടെ എനിമിയുള്ളേ? അത് പറ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? എനിമിയെ കണ്ട് അടിക്കട്ടെ. അടിക്കാൻ പറ്റുന്നില്ല. എന്റെ കില്ല് പോയി. ഈ ഭായിമാരെ കൊണ്ട് ഭയങ്കര ശല്യാ കേട്ടോ. എന്റെ കില്ലല്ലായിരുന്നോ കുമ്മിക്കൊണ്ട് പോയേ? എന്തോ ചെയ്യാനാ, മനുഷ്യന് ഇവിടെ കില്ലെടുക്കാനും പറ്റത്തില്ല. അടുത്ത കില്ലെങ്ങാനും കുമ്മിക്കൊണ്ട് പോയല്ല. ഞാൻ ഡാമേജ് കൊടുത്തിട്ടുണ്ടേ. അടുത്ത കില്ലെങ്ങാനും അതും പോയി. എന്തോ ചെയ്യാൻ, എന്റെ കില്ലല്ലേ എടുത്തോണ്ട് പോവാ. എടാ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒരാളെയും കൂടെ വിളിച്ചിട്ട് കളി സ്റ്റാർട്ട് ചെയ്താ മതിന്ന്. അപ്പൊ നീ കേട്ടില്ലല്ലോ. നോക്കിയേ, ഏതോ കാട്ടു നൂബൊക്കെയാ വന്നേക്കുന്നേ. നിങ്ങളും മലയാളിയാണോ? അത് ശരി. നമുക്ക് ഒരുമിച്ച് എന്നാ കളിക്കാം. ചേട്ടാ, ഇവിടെ ഒരു എനിമിയുണ്ട് കേട്ടോ. അവൻ എന്നെ നോക്കിയത് ചേട്ടാ. അവൻ എന്നെ നോക്കിയത് എന്തോ പന്ന പരിപാടി അവൻ കാണിച്ചേ. ചേട്ടാ, ഈ ചേട്ടന് നെറ്റ് പോയി കേട്ടോ. ചേട്ടാ പെട്ടെന്ന് പോയി റിവൈവ് ചെയ്യട്ടാ. റിവൈവ് ചെയ്യട്ടാ. ഈ കറങ്ങുന്ന ബാഗ് ഇട്ടോണ്ട് എന്താ കാണിക്കോ ചേട്ടാ? റിവൈവ് ചെയ്യാനല്ലേ പറഞ്ഞേ? എടാ, ഈ കാട്ടു നൂബിനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. കുറെ നേരമായോ തുടങ്ങിയിട്ട്. ചേട്ടന്മാര്, നിങ്ങൾ എന്താ പണിയാ കാണിക്കുന്നേ? അങ്ങനെ കേറി പോവല്ലെന്ന് അറിയത്തില്ലേ? അടി വാങ്ങും. ഉറപ്പാ, അടി വാങ്ങും. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ കേട്ടോ? എനിക്കറിയായിരുന്നു. ഇപ്പൊ ആരായി? എന്റെ കളി നോക്ക്. ഞാനിവിടെ AWM വെച്ചിട്ടാ എല്ലാത്തിനെയും മാസ് കാണിക്കുന്നേ. അറിയോ? ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, എല്ലാത്തിനെയും അടിച്ചാ പൊട്ടിക്കും. അറിയാമല്ലോ. ഇവിടെ ഒരു എനിമിയുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ നോക്കായി. ചേട്ടന്മാരെ, നിങ്ങൾ കയറി ഫൈറ്റ് എടുത്തോ കേട്ടോ. ഞാനിവിടെ നിന്ന് ബാക്ക് സപ്പോർട്ട് തരാം. നിങ്ങൾ പോയി ഫൈറ്റ് എടുത്തോ. എന്നോടാ കളി, എല്ലാത്തിനെയും ഞാനിപ്പോ ബോംബെറിഞ്ഞ് കൊല്ലും. ഇപ്പൊ കണ്ടോണേ. ഞാൻ നോക്കായി.
ചേട്ടാ ഞാനൊന്ന് മെഡിക്കറ്റ് അടിച്ചോട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാത്തിനും ഞാനുണ്ടല്ലോ, എന്റെ 2 കയ്യിലും ഗണ്ണായിരിക്കുന്നേ. എനിമന്ന് അയ്യോ ഞാൻ ഓക്കായി. ചേട്ടന്മാരെ പെട്ടെന്ന് വന്ന് റിവൈവ്. പുല്ലനായി മാറി. ഇവൻ പുല്ലൻ വരുന്നുണ്ടേ, നിങ്ങളുടെ പുറകിന് പുല്ലൻ വരുന്നുണ്ടേ. പുല്ലൻ വരുന്നുണ്ട്. അടിക്ക് ചേട്ടന്മാരെ, എന്ത് പണിയാ. പുല്ലൻ മാറി. അവൻ ചത്ത്. എന്നെ വന്ന് റിവൈവ്. A few moments later. എടാ നൂബേ, നീ ഒറ്റ ഒരുത്തം കാരണമാ ആ കളി ഞങ്ങക്ക് ജയിക്കാൻ പറ്റാഞ്ഞേ. ആഹാ, ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. ഞാൻ എന്തോ ചെയ്തിട്ടാ? നിങ്ങളല്ലേ പന്ന കളി കളിച്ചേ. എനിമിയുടെ അടുത്ത് പോയിട്ട് അടി വാങ്ങിച്ചിട്ട് എന്നോട് കുറ്റം പറയുന്നോ? നീ എന്തോ ബഹളമായിരുന്നടാ ഗെയിമിനകത്ത്. ഫുള്ള് കരച്ചിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് കളിക്കാൻ പറ്റാഞ്ഞേ. നേരെ ചൊവ്വയൊന്നും കളിക്കാനും പറ്റത്തില്ല, അവന്റെ ഒടുക്കത്തെ ഒരു കരച്ചില്. ശരിയാടാ, റിവൈവ് ചെയ്യാനൊക്കെ പറഞ്ഞാ കരയുന്നേ. എന്തോ ചെയ്യാനാ, നേരെ ചൊവ്വയൊന്നും കളിക്കാനും പറ്റത്തില്ല ഇവന്റെ കരച്ചില് കാരണം. പിന്നെ ഞാൻ ഓക്കായി കിടക്കുമ്പോ ഞാൻ എന്തോ ചെയ്യാനാ? ചിരിച്ചോണ്ടിരിക്കണോ? ഒന്ന് പോയേ ചേട്ടാ, ഞാൻ പിന്നെ എന്തോ ചെയ്യും? അത് മാത്രമല്ല, നിങ്ങളോട് റിവൈവ് ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇമോട്ട് അടിച്ചില്ലേ? അതെന്തിനാ? അത് പറ. അതിനെനിക്ക് ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ. അതെന്തിനാ? അത് പറ നിങ്ങളെ. അത് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കരച്ചില് നിർത്താം. അത് പറ. ഒന്ന് പോയടാ കാട്ടു നൂബേ. നീ ഏതാടാ? കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. എന്നെ നൂബേന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നെ നൂബേന്ന് വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ആഹാ, അങ്ങനാണോ? പക്ഷെ ഞാൻ ഇനിയും വിളിക്കും കേട്ടോടാ കാട്ടു നൂബേ. എടാ മണ്ടന്മാരെ, ഞാനല്ല നൂബ്, നിങ്ങൾ തന്നെയാ നൂബ്. ഞാൻ നിങ്ങളെന്ന് പറ്റിച്ചതല്ലേ. എനിക്ക് നല്ല അക്കൗണ്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് 45-50 ലെവലൊക്കെ അല്ലേ. എന്റെ അക്കൗണ്ടിൽ എത്ര ലെവൽ ഉണ്ടെന്ന് അറിയോ? 74 ലെവലുണ്ട്. എടാ ഈ നൂബൻ തള്ളു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചോണേ. എടാ മണ്ടന്മാരെ, നിങ്ങളെ പറ്റിച്ചതാടാ മണ്ടന്മാരെ. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് നല്ല അക്കൗണ്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോ എന്നാ അക്കൗണ്ടിൽ വരാം. അപ്പോഴെങ്കിലും വിശ്വാസം ആവുമല്ലോ. എന്ത് പറയുന്നത്? ഞാൻ എന്റെ അക്കൗണ്ടിൽ വരട്ടെ? ആഹാ, എന്നാ ഒന്ന് കാണണമല്ലോ. നീ എന്നാ അക്കൗണ്ടിൽ വാ, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. അക്കൗണ്ടിന്റെ ഐഡിയ ഒക്കെ ഞാൻ ഇപ്പൊ ഇട്ടുതരാം. എന്നിട്ട് ഞാൻ അക്കൗണ്ടിൽ വരാവേ. അതിലൊന്ന് റിക്വസ്റ്റ് ഇട്ടേരെ. A few moments later. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം 2 പേരെ ഞാൻ പറ്റിച്ചു. അമ്മാർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, ഞാൻ നോക്കട്ടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഉണ്ടോ, ഇപ്പോൾ വിളിക്കാം. ഒരാളെ വിളിച്ച്, ഒരാളെ കാണുന്നില്ല. എടാ എങ്ങനെയുണ്ട് എൻ്റെ അക്കൗണ്ട്? എങ്ങനെയുണ്ട്? എന്റെ മോനെ, അടിപൊളി അക്കൗണ്ട്. എടാ ഇത് നിന്റെ അക്കൗണ്ട് ആണോ? എടാ നിന്റെ സൗണ്ടിന് എന്താടാ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ ഇപ്പം. എടാ മണ്ട, നിനക്ക് മനസ്സിലായില്ലേ? അത് വോയിസ് ചേഞ്ചറാ. അതുപോലും അറിയത്തില്ല മണ്ടൻ. എനിക്കത് മനസ്സിലായില്ല ബ്രോ, സോറി ബ്രോ. എന്നാലും ഇത്രയും നേരം ബ്രോ നൂബായിട്ട് അഭിനയിക്കുമായിരുന്നല്ലേ. ശേ, അതുപോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു ബ്രോ. ശരിയാടാ, എന്ത് പെർഫെക്റ്റ് ആയിട്ടാ ഈ ബ്രോ നൂബായിട്ട് അഭിനയിച്ചേ. ഞാൻ വിചാരിച്ച നൂബായിരിക്കുമെന്ന്. ബ്രോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അക്കൗണ്ടും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ബ്രോ. നൂബെന്നൊക്കെ വിളിച്ചതിന് ക്ഷമിക്കണേ. അതൊന്നും സീനുള്ള കാര്യമല്ല. എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഞാൻ വിചാരിച്ചു വല്ല ബംഗാളികളെ പറ്റിക്കാന്ന് വെച്ചിട്ടാ എൻ്റെ നൂബ് അക്കൗണ്ടിനകത്ത് കയറിയേ. അപ്പോഴല്ലേ നിങ്ങൾ വന്നേ. ബ്രോ എന്തായാലും കൊള്ളാം. നമുക്കന്ന് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പം സ്റ്റാർട്ട് ചെയ്യാവേ. 1 മിനിറ്റ് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ ഗൈസ്.